ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ PYQ കണക്റ്റഡ് ഫാക്സിൻ്റെ 17ാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 65 ചോദ്യങ്ങളിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. 66ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത്? ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച് നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ കോമൺ സെൻസ് കൊണ്ട് തന്നെ അറിയാൻ പറ്റുന്നത് ഭരണഘടന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ റോൾ തന്നെയല്ലേ. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക, അതും ഓക്കെ. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. അവിടെ തെറ്റി, പ്രധാനമന്ത്രിയല്ല. പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. ഇത് പിന്നെ നമുക്ക് 1 മാത്രം 2 മാത്രം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആകെ ഒരെണ്ണല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഈ പറയുന്ന സി തന്നെയാണ് ആൻസർ വരുന്നത്, അല്ലാത്തത് എന്നല്ല നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു 4-5 ഫാക്റ്റ് പഠിക്കാം. ആർട്ടിക്കിൾ 338A ആണ് എന്ത് ചെയ്യുന്നത്, ദേശീയ പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. 89ാമത്തെ അമെൻമെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്, 338A എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് വരണം ആർട്ടിക്കിൾ വരുന്നത് അമെൻമെൻറ്റിൽ. അപ്പം 338A എന്നുള്ളത് പ്രത്യേകം ഓർത്തിരുന്നതാണ്. ഇനിയോ, കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5 ആണ്. പല പരീക്ഷകൾക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ പ്രസ്താവനകളായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും പിന്നെ സ്ഥിരമായിട്ടുള്ള 3 അംഗങ്ങളും. അപ്പോൾ ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർമാൻ, പിന്നെയോ സ്ഥിരമായിട്ടുള്ള 3 അംഗങ്ങളും. അതിൽ നിർബന്ധമായിട്ടും ഒരാളെന്തായിരിക്കണം, ലേഡി ആയിരിക്കണം. അത് പ്രത്യേകിച്ച് അവിടെ ഓർത്തോണം. പ്രസ്താവനകളായിട്ട് വരുന്ന സമയത്ത് ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ ഒരംഗം വനിതയായിരിക്കണം എന്ന് തന്നാൽ അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റണം. അപ്പോൾ ഒരു ലേഡി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓർക്കാം. ഇനിയോ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല നമ്മൾ ആൾറെഡി അപ്പുറത്ത് വായിച്ചതാണ്. 3 നമ്മൾ വായിച്ചു. ഭരണഘടന പ്രകാരമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അതേപോലെ പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും എന്നൊക്കെ നമ്മുടെ പറഞ്ഞു. അപ്പോൾ പട്ടികവർഗക്കാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുക, അവരുടെ സാമൂഹിക സാമ്പത്തികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക. അതന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്, സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. അപ്പോൾ അത് നമുക്ക് കാണാപ്പാടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ വായിച്ചാൽ തന്നെ കാണും പറയാൻ പറ്റും. ഇനിയോ, ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാ, രാഷ്ട്രപതിയാണ്. അവരുടെ സേവന വ്യവസ്ഥകളും കാലാവധിയും തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്, രാഷ്ട്രപതി തന്നെയാണ്. അവരെ നീക്കം ചെയ്യുന്നതും ആരാണ്, രാഷ്ട്രപതിയാണ്. അപ്പം നിയമിക്കുന്നതും അവരുടെ സേവന വ്യവസ്ഥകളും കാലാവധിയും തീരുമാനിക്കുന്നതും രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ആദ്യത്തെ ചെയർമാനാണ് ആര്, കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാനാണ് കൻവർ സിംഗ് എന്നോർത്തിരിക്കണം. പിന്നെയോ, ഇപ്പോൾ നിലവിലാരാണ്, ഹർഷ് ചൗഹാനാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് 2025 മാർച്ച് 27 നിങ്ങൾ ഏത് ഡേറ്റിലാണോ ഇനി പരീക്ഷകൾ വരുന്ന അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഇയാൾ മാറുന്ന സമയത്ത് നിങ്ങൾ പുതിയ പേര് അപ്ഡേറ്റ് ചെയ്തോണം. അപ്പോൾ കൻവർ സിംഗ് ആദ്യത്തെ ചെയർമാനാണ്, ഇപ്പോൾ ഹർഷ് ചൗഹാനാണ് എന്നും ഓർത്തിരിക്കുക. അപ്പോൾ അത് നമുക്ക് CAയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരാറുള്ളത്, ഈ ഹർഷ് ചൗഹാൻ. മറ്റേത് നിർബന്ധമായിട്ടും കൻവർ സിംഗ് എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. അത് നമുക്ക് പട്ടികവർഗം എന്നുള്ളത്, നമുക്ക് ഈ കൻവർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അത് പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണെന്ന് അങ്ങനെ തന്നെ ഓർത്തിരിക്കാം. ഇനിയോ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പ്രസിഡൻറ്റിനാണ്. വാർഷിക റിപ്പോർട്ട് പാർലമെൻറ്റിൽ സമർപ്പിക്കുന്നതും ആരാണ്, പ്രസിഡൻ്റ്. കംപ്ലീറ്റ്ലി പ്രസിഡൻ്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നതും നീക്കം ചെയ്യുന്നതും സാലറിയും കാലാവധി നിശ്ചയിക്കുന്നതും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും റിപ്പോർട്ട് പാർലമെൻറ്റിൽ വെക്കുന്നതും ഒക്കെ ആരാണ്, പ്രസിഡൻ്റാണ്. നമുക്കവിടെ ഓപ്ഷൻ സിയിൽ കൊടുത്തത് എന്തായിരുന്നു, പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നായിരുന്നു കൊടുത്തിരുന്നത്. അതിപ്പോൾ ക്ലിയർ ആയല്ലോ.
അപ്പോൾ പ്രസിഡൻ്റാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഏതുമായിട്ട് നമ്മൾ പഠിച്ചു? പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഈ ചോദ്യത്തിന് നമുക്ക് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ഇവിടെ 1 മാത്രം 2 മാത്രം അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇതിൽ നിന്ന് ഓരോ ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിർവചനത്തിൽ വരുന്നവ എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ എന്തായാലും നമുക്ക് മാനസികവും ശാരീരികവുമായ പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, അതെന്തായാലും ഉണ്ടെന്ന് ഉറപ്പാണ്. സാമ്പത്തിക ചൂഷണവും ഉണ്ട്. പിന്നെ നമുക്കിവിടെ ബന്ധുവിനെ ശല്യം ചെയ്യുക എന്നുള്ളത് ഡൗട്ട്. അങ്ങനെ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഇവിടെ നമുക്ക് എന്തേ ഉള്ളൂ? ഒറ്റൊരെണ്ണം ABCDയിൽ ഒരെണ്ണമല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എയും ശരിയാണ്, സിയും ശരിയാണ്. പിന്നെ നമുക്കിനി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഏതെവിടെ കൊടുക്കാൻ ഓപ്ഷനുള്ളൂ? മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം എന്നല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറയുന്ന ബന്ധുവിനെ ശല്യം ചെയ്യുക എന്നതും ഏതിൽ തന്നെ വരുന്നുണ്ട്? നിർവചനത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഗാർഹിക പീഡന നിയമം 2005. 2005 എന്ത് ചെയ്യുന്നത്? ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ്സാക്കുന്നത്. ഇത് നിലവിൽ വന്ന ഡേറ്റ് പലപ്പോഴായിട്ട് എടുത്തു ചോദിക്കാറുണ്ട്. 2006 ഒക്ടോബർ 26 എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അതായത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇവിടെ ഒക്ടോബർ എന്നുള്ളത് ഇവിടെ സി ഉണ്ട് എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഞാനവിടെ OTO എന്ന് എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ ഈ 26 കണ്ടോ, 2006 എന്നുള്ള ഈ 26 നമുക്ക് മാച്ചാണ്, ഈ 26 മാച്ചാണ്. അപ്പോൾ ഒറ്റൊരു നമ്പർ ഓർത്തിരുന്നാൽ മതി. അതാണ് ഈ ഒറ്റൊരു നമ്പർ 26. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് വർഷത്തിലേക്ക് ഇട്ടാൽ 2006 26. അപ്പോൾ ആ ഒരു ലെവലിൽ ഈ നിലവിൽ വന്ന ഡേറ്റ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 2006 ഒക്ടോബർ 26. 2005 നിയമം. ഇനി അതിൻ്റെ ആ നിർവചനം പറയുന്ന വകുപ്പാണ് ഏത്? 3ാമത്തെ വകുപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഈ നിർവചനം പറയുന്നത് ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനം. ഒന്നാമത് മാനസികമോ ശാരീരികമോ ആയി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ആരോഗ്യ സുരക്ഷ, ജീവൻ, ശാരീരിക അവയവങ്ങൾ, സ്വാസ്ഥ്യം എന്നിവ അപകടത്തിലാക്കുകയോ അതിനൊരുമ്പെടുകയോ ചെയ്യുന്നത് ശാരീരികമായും ലൈംഗികമായും വാചികമായും വൈകാരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്നത് ഇതിലുൾപ്പെടുന്നു. അപ്പോൾ ശാരീരികമുണ്ട്, ലൈംഗികമുണ്ട്, വാചികമുണ്ട്, വൈകാരികമുണ്ട്, സാമ്പത്തികം. ഇതെല്ലാം ഏതിൽ വരും? ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരും. ഇനിയോ സ്ത്രീധനം, മറ്റു സ്വത്തുക്കൾ, വിലയുള്ള ജാമ്യം എന്നീ നിയമവിരുദ്ധ കാര്യങ്ങൾ നേടുന്നതിന് പരാതിക്കാരിയെയോ അവരുമായി ബന്ധമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെയോ, കണ്ടോ, ഇപ്പോൾ ബന്ധുക്കാരെ ശല്യപ്പെടുത്തുക എന്നുള്ളതും അതിൽ വന്നില്ലേ? ശല്യം ചെയ്യുക, പരിക്ക് പറ്റിക്കുക, ഇതും അതിൽ വരും. അപ്പോൾ അത് നമ്മൾ ഒരു തവണ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും, പിന്നെ പരീക്ഷയ്ക്ക് കിട്ടും. മുകളിൽ പറഞ്ഞ സന്ദർഭങ്ങളിൽ പരാമർശിക്കുന്ന പെരുമാറ്റം മൂലം പരാതിക്കാരിക്കോ അവരുടെ ബന്ധുവിനോ ഭീതിജനകമായ അവസ്ഥയുണ്ടാക്കുക, മറ്റേതെങ്കിലും തരത്തിൽ പരാതിക്കാരിക്ക് ശാരീരികമോ മാനസികമോ ആയി ഉപദ്രവം, ക്ഷതം, ക്ലേശം എന്നിവ ഉണ്ടാക്കുന്നത്. അത് ഞാൻ പറഞ്ഞതിൽ തന്നെ വരുന്നതാണ്. എതിർകക്ഷിയുടെ ഏതെങ്കിലും പെരുമാറ്റം ഈ പറയുന്ന അല്ലെങ്കിൽ എതിർകക്ഷിയുടെ ഏതെങ്കിലും പെരുമാറ്റ ഉപേക്ഷ നടപടി മേൽപ്പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവ ഗാർഹിക അതിക്രമമായി കണക്കാക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റം ഈ പറഞ്ഞ മുകളിലുള്ള ഏതെങ്കിലും ഒരു രീതിയിലായിക്കഴിഞ്ഞാൽ അത് ഏതിൽ പെടും? ഗാർഹിക അതിക്രമത്തിൽപ്പെടും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ അവിടെ ചോദ്യമായിട്ട് കണ്ടത്. ഇനിയോ സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കണം? 14 ജില്ലകളിലും ഈ നിയമപ്രകാരം ആരെ നിയമിച്ചിരിക്കണം? പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിച്ചിരിക്കണം. പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നത് PSC പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് ഓരോ സംസ്ഥാനങ്ങളിലും. അതായത് നമ്മളെ സംസ്ഥാനത്ത് എന്ത് ചെയ്തിരിക്കണം? നമുക്ക് 14 ജില്ലയാണല്ലോ. അപ്പോൾ സംസ്ഥാനം 14 ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിച്ചിരിക്കണം എന്നാണ് നമ്മുടെ കേസ്. ബാക്കിയുള്ളവരാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവരവരുടെ എത്ര ജില്ലകളുണ്ടോ അവിടേക്ക് എന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ. നമുക്ക് 14 ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ അപ്പോയിൻ്റ് ചെയ്തിരിക്കേണ്ടതാണ്. പിന്നെയോ
പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്ക് വേണ്ട യോഗ്യതകളും പരിചയവും. സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫീസർമാർ സർക്കാർ ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും ആവാം. എന്നാൽ വനിതകൾക്ക് മുൻഗണന നൽകണം. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കാവാം, സന്നദ്ധ സംഘടനാ പ്രതിനിധികളാവാം. ആർക്ക് മുൻഗണന കൊടുക്കണം? വനിതകൾക്ക് മുൻഗണന കൊടുക്കണം. പ്രൊട്ടക്ഷൻ ഓഫീസറായി നിയമിക്കപ്പെടുന്നയാൾക്ക് കുറഞ്ഞത് 3 വർഷത്തെ പരിചയം സാമൂഹിക രംഗത്ത് ഉണ്ടായിരിക്കണം. ഇപ്പം 3 വർഷത്തെ ഒരു സാമൂഹിക രംഗത്തെ പരിചയം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ കാലാവധി കുറഞ്ഞത് 3 വർഷമായിരിക്കണം. ഇത്രയൊക്കെയാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ. അപ്പോൾ നമ്മുടെ സംസ്ഥാന 14 ജില്ലകളിലും എന്ത് ചെയ്തിരിക്കണം? പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ അപ്പോയിൻ്റ് ചെയ്തിരിക്കണം. അയാളുടെ യോഗ്യതയും കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇനി അയാളുടെ ചുമതല എന്താ? ഇത് ആൾറെഡി ഒരു പ്രസ്താവന വന്നതാണ്. ഈ നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മജിസ്ട്രേറ്റിനെ സഹായിക്കുക. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റിനെ സഹായിക്കുക ഈ നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ. പരാതിക്കാരി ആഗ്രഹിക്കുന്നുവെങ്കിൽ പരാതി തയ്യാറാക്കുന്നതിന് സഹായിക്കുക. അപ്പോൾ പരാതി തയ്യാറാക്കാൻ പരാതിക്കാരിയെ സഹായിക്കുക. പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച പരാതി അനുസരിച്ച് നിശ്ചിത ഫോറത്തിൽ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് സമർപ്പിക്കുകയും പകർപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ, സർവീസ് പ്രൊവൈഡർ എന്നിവർക്ക് നൽകുകയും ചെയ്യുക. അപ്പോൾ പരാതിക്കാരിയെ പരാതി തയ്യാറാക്കാൻ സഹായിക്കുക. ഇൻസിഡൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുക? മജിസ്ട്രേറ്റിന് കൊടുക്കുക. അതാണ് നിങ്ങൾ അവിടെ ചുരുക്കി ഓർക്കേണ്ടത്. ഇൻസിഡൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് മജിസ്ട്രേറ്റിന് സമർപ്പിക്കുക എന്നുള്ളത്. പ്രൊട്ടക്ഷൻ ഉത്തരവ് ലഭിക്കുന്നതിന് പരാതിക്കാരുടെ ആവശ്യപ്രകാരം നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുക. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഫോറത്തിൽ അപേക്ഷ തയ്യാറാക്കി മജിസ്ട്രേറ്റിന് കൊടുക്കുക. അപ്പോൾ മജിസ്ട്രേറ്റിനെ സഹായിക്കുക, പരാതിക്കാരിയെ പരാതി തയ്യാറാക്കാൻ സഹായിക്കുക, പിന്നെയോ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് സമർപ്പിക്കുക, നിർദ്ദിഷ്ട ഫോറത്തിൽ തയ്യാറാക്കി പ്രൊട്ടക്ഷൻ ഉത്തരവിന് വേണ്ടിയിട്ടും അപേക്ഷ തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുക. ഇത്രയാണ് അവിടെ എന്ത് ചെയ്യാനുള്ളത്, അവിടെ ഓർത്തിരിക്കാനുള്ളത്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ യോഗ്യതയും കാര്യങ്ങളും ചുമതലകളും അവിടെ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം 2012, 2016, 2020, 2010. അതുപോലെ നമുക്ക് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ ആൾറെഡി പോക്സോ എന്ത് ചെയ്തതാണ്, ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. 2012 എന്ത് ചെയ്യുന്നത്, പോക്സോ നിയമം. ഇപ്പോൾ 2012 എന്നുള്ളത് നമുക്കറിയാം. അവിടെ നമുക്ക് 2 ഡേറ്റുകൾ ഓർത്തിരിക്കണം. ഒന്ന് ജൂൺ 19 എന്ത് ചെയ്യുന്നത്, ഇതിന് പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിക്കുന്നത്. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുന്നത് 2012 ജൂൺ 19. ഇത് നിലവിൽ വരുന്നത്, പ്രാബല്യത്തിൽ വരുന്ന എപ്പോഴാണ്, 2012 നവംബർ 14 ഈ 2 ഡേറ്റുകൾ 2012 നിങ്ങൾക്ക് അവിടെ ഓർത്തിരിക്കണം. 2012 ജൂൺ 19 പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത്, നവംബർ 14 പ്രാബല്യത്തിൽ വന്നത്. 2016 നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള നിയമമാണ് ഇത്, RPWD ആക്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് 1995 ഒരു PWD ആക്ട് ഉണ്ടായിരുന്നു. PWD എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് പണിക്കുള്ള, അതല്ല ഉദ്ദേശിക്കുന്നത്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമുണ്ട്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന പേരിൽ PWD ആക്ട് എന്നായിരുന്നു പേര്. അതിലേക്ക് പുതിയ കുറച്ച് ഡിസബിലിറ്റീസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആകെ 21 ഡിസബിലിറ്റീസ് പട്ടികപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ ഈ RPWD ആക്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന RPWD ആക്ട് 2016. അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു നിയമം അവിടെ 2016 എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത് എന്നുള്ളത് ഓർമ്മ വേണം. 2017 ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. പക്ഷേ RPWD ആക്ട് ഏത് വർഷമാണ്, 2016. എത്ര ഡിസബിലിറ്റീസ് ഉണ്ട്, 21 ഡിസബിലിറ്റീസാണ് ഇത് പ്രകാരം ഉള്ളത് എന്നുള്ളത്. നേരത്തെ ആണെങ്കിൽ 7 ഡിസബിലിറ്റീസൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതെന്ത് ചെയ്തു, അത് കൂടുതൽ ഡിസബിലിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, 2016
വരുന്നത്. അപ്പോൾ ഇത് 2017 നിലവിൽ വരുന്നത്. 2016 നിയമം. 2020 ആൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഏത്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 20 ജൂലൈ 2020 എന്നൊരു ഡേറ്റ് ആൾറെഡി നമ്മൾ എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ്. അത് നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20. ഇനിയോ 2010 നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ളത് ദേശീയ ഹരിത ട്രിബ്യൂണൽ രൂപീകരിച്ച വർഷം. NGT, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. 2010 ഒക്ടോബർ 18 എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ 2010 എന്നുള്ളത് നിർബന്ധമായിട്ടും അവിടെ ഓർത്തിരിക്കണം. കാരണം എത്രയോ തവണ റിപ്പീറ്റ് ചെയ്താണ് NGT രൂപീകരിച്ച വർഷം എന്ന് മാത്രം. പിന്നെയോ NGT എന്നാണ് രൂപീകരിച്ചതെന്ന് ഡേറ്റും കുറേ വട്ടം റിപ്പീറ്റ് ചെയ്തതാണ്. 2010 ഒക്ടോബർ 18. അപ്പോൾ ഇവിടെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ ഖനി കുഴിച്ചതിനൊക്കെ അത്ര കോടി ഫൈൻ ഏർപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതെപ്പോഴും വളരെ കർക്കശമായിട്ടൊന്നും നടപ്പിലാക്കില്ല. ഒരു 8-10 എന്ത് ചെയ്യുന്നത്, ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ NGT എന്ന് പറഞ്ഞ ദേശീയ ഹരിത ട്രിബ്യൂണൽ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, എന്ത്, ഒരു 8-10 നടപ്പിലാക്കുന്നതാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു 8-10 എന്നുള്ളത് 18-10 എന്ന് പറഞ്ഞാൽ തന്നെ ഏതായി, ഈ പറയുന്ന ഒക്ടോബർ മാസം. പിന്നെ 10 എന്നുള്ളത് 2010. അപ്പോൾ ഇത്രയും നിയമങ്ങളെക്കുറിച്ച് അവിടെ ഒരു ഐഡിയ കിട്ടിയല്ലോ. 2012 ബോക്സ് പറഞ്ഞോടെ RPWD ആക്ട് 2016, പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്ന 2020 ജൂലൈ 20, 2010 NGT ഒക്ടോബർ 18. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ, അത് ഇപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്കതിൽ ആളില്ല. ഇപ്പം ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. അപ്പോൾ വി രാമസുബ്രഹ്മണ്യൻ എന്നുള്ള പേര് നമ്മൾ മുമ്പ് എന്ത് ചെയ്തതാണ്, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാം എന്നുള്ളത്. അപ്പോൾ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയാണ് ആര്? വി രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 9ാമത്തെ ആളാണ് ആര്? രാമസുബ്രഹ്മണ്യൻ. അപ്പം നിർബന്ധമായിട്ടും പരീക്ഷകളിൽ എങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നറിയോ, NHRCയുടെ ആദ്യത്തെ ചെയർമാൻ ആര് എന്നുള്ളത് ഒരു 100-150 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. രംഗനാഥ് മിശ്ര. അത് നിങ്ങൾക്കും കാണാപ്പാടായിരിക്കും. ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്ര. ഇപ്പോഴത്തേത് 9ാമത്തേതാണ് രാമസുബ്രഹ്മണ്യൻ. ഇനി 2ാമത് ആരാണ്? വെങ്കിടാചലയ്യ. 3ാമത് വർമ്മ. 4 ആനന്ദ്. അപ്പോൾ ആദ്യത്തെ 4 ഓർക്കണം, അവസാനത്തെ 4 ക്രമീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ ആദ്യത്തെ 4 രംഗനാഥ് മിശ്ര, വെങ്കിടാചലയ്യ, വർമ്മ, ആനന്ദ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, 5 എന്താ പഠിക്കണ്ടേന്ന്? 5 നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ രാജേന്ദ്ര ബാബു എന്നുള്ള പേരിൽ ഈ 6 നമ്മളിങ്ങനെ ഹൈഡ് ചെയ്താൽ ഇതിനെ നമുക്ക് അഞ്ചേന്ദ്ര ബാബു എന്ന് വായിക്കാം. അജേന്ദ്ര ബാബു ആണ്, പക്ഷെ നമുക്ക് അഞ്ചേന്ദ്ര ബാബു എന്ന് അങ്ങനെ തന്നെ വായിച്ചാൽ മതി. പേര് കാണുമ്പോൾ നമുക്കറിയാം രാജേന്ദ്ര ബാബു ആണ് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 4 അവസാനത്തെ 4 പഠിക്കുക. അഞ്ചേന്ദ്ര ബാബു എന്നുള്ള ലെവലിൽ തന്നെ പഠിക്കുക. ഇപ്പം രംഗനാഥ് മിശ്ര, വെങ്കിടാചലയ്യ, വർമ്മ, ആനന്ദ്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രൺവീർ ആണ് ആദ്യത്തെ 4 എന്നുള്ള ലെവലിലൊന്ന് ഓർത്താൽ മതി. നമ്മൾ രൺവീർ സിനിമ നടന്ന പേരൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പേര് മാത്രം കിട്ടിയാൽ പോരാ കേട്ടോ. ഇത് രംഗനാഥ് മിശ്ര എന്നും കിട്ടണം. വി എന്നുള്ളത് വെങ്കടാചലയ്യ, അത് വീർ എന്നാക്കുമ്പോൾ വർമ്മ, പിന്നെ ആണ് എന്നുള്ളത് ആനന്ദ്. അപ്പോൾ ആദ്യത്തെ 4 രൺവീർ ആണെന്ന് മാത്രം ചെയർമാൻ്റെ പേര് പഠിച്ചതിന് ശേഷം കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് ചെയർമാൻ്റെ പേര് പഠിച്ചാൽ പരീക്ഷയ്ക്ക് രൺവീർ മാത്രമേ കിട്ടുള്ളൂ, ആൾക്കാരെ പേര് കിട്ടില്ല. അപ്പോൾ രംഗനാഥ് മിശ്ര, വെങ്കടാചലയ്യ, വർമ്മ, ആനന്ദ്. ഇനി അവസാനത്തെ 4
ബാലകൃഷ്ണൻ, ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, നമുക്കറിയാം മലയാളിയായിട്ടുള്ള കെ ജി ബാലകൃഷ്ണൻ എന്നുള്ളത്. അപ്പോൾ കെ ജി ബാലകൃഷ്ണൻ എത്രാമത്തെ ചെയർമാനായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ആറാമത്തേന്ന് കിട്ടാൻ മുമ്പൊക്കെ ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നെയ്യ് ഉണ്ടായിരുന്നു, RKG, ആറാമത്തെ കെ ജി ബാലകൃഷ്ണൻ, നെയ്യടക്കം അതിനുണ്ടാക്കിയതാണെന്നൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ തന്നെ ഓർത്തിരിക്കാൻ പറ്റും. കെ ജി ബാലകൃഷ്ണൻ എത്രാമത്തെയാണ്? ആറാമത്തെയാണ്. അങ്ങനെയാണ് RKG, അതങ്ങനെ തന്നെ വരുന്നത്. അപ്പോൾ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. പിന്നെ HL ദത്തു ആണ് ഏഴാമത്തേത്. മിശ്ര 8, അരുൺ കുമാർ മിശ്ര. അത് നമ്മൾ ഇപ്പുറത്തെ ഓപ്ഷനിൽ കണ്ടില്ലേ, ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. പിന്നെ ഇപ്പോൾ രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ആദ്യത്തേത് നമ്മൾ രൺവീറിന് കണക്ട് ചെയ്തു. അവസാനത്ത് 4 കണക്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷെ തെറി വാക്കാവും. ആ തെറി വാക്ക് ഞാൻ പറയൂല. അങ്ങനെ കാണേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്കിന് വേണ്ടിയിട്ട് അങ്ങനെ കാണേണ്ടവർക്ക് അങ്ങനെയും കാണാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ബാലകൃഷ്ണൻ, ദത്തു, മിശ്ര, രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ എന്തായാലും ഞാനെന്തായാലും ഇതിൽ തെറി പറയൂല. നിങ്ങൾ ഇഷ്ടംപോലെ കേൾക്കുന്നതാണ്. അത് സഹായകരമാവുന്നുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യുക, അത് ഓർത്തിട്ട് 4 ആളെ കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ. ഇല്ലാത്തവരെന്ത് ചെയ്തോളുക, ബാലകൃഷ്ണൻ, ദത്തു, മിശ്ര, രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. ഒന്നാമത് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ചെയർമാൻ തന്നെ കൊടുക്കാൻ പാടില്ല, ചെയർപേഴ്സൺ എന്നാണ് എന്ത് ചെയ്യേണ്ടത് അവിടെ കൊടുക്കേണ്ടത്. രേഖാ ശർമ്മ, P സതീദേവി, മമതാ കുമാരി, ഖുഷ്ബു സുന്ദർ. നമുക്ക് ഇതിൽ നിലവിൽ ആരില്ല, നിലവിലുള്ള ആളുടെ പേര് ഇതിൽ ഇല്ല. ആ സമയത്തുള്ള രേഖാ ശർമ്മയാണ് ആ സമയത്ത്. ഇപ്പം ഇവിടെ നമുക്കിപ്പോൾ ആരാണ്, ഇപ്പോൾ വിജയ കിഷോർ രാഹത്കറാണ്. വിജയ കിഷോർ രാഹത്കറാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ്റെ, ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. 1992 ജനുവരി 31 ഏത് രൂപം കൊള്ളുന്നത്, ദേശീയ വനിതാ കമ്മീഷൻ. ഈ ഡേറ്റ് എത്രോ തവണ എടുത്ത് ചോദിച്ചത്. 1992 ജനുവരി 31. ആദ്യത്തെ ചെയർപേഴ്സൺ ആരാ, ജയന്തി പട്നായിക്. ആദ്യത്തെ ജയന്തി പട്നായിക് ആയിരുന്നു. ഇപ്പം ആരാണ്, വിജയ കിഷോർ രാഹത്കറാണ്. ഇനിയോ, ഈ വിജയ കിഷോർ രാഹത്കർ വരുന്നതിൻ്റെ മുന്നുള്ള 3 ആളെയും കൂടെ മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖാ ശർമ്മ കേട്ടോ. ഇതും 9ാമത്തെ ആളാണ് ആര്, വിജയ കിഷോർ രാഹത്കർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേയുള്ള 3 ആളുകളാണ് മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പ്രേമെന്ന് പറയുന്ന സിനിമയിലാണ് എന്ത് ചെയ്യുന്നത്, മലരേ എന്നുള്ള ആ ഒരു പാട്ട്, മലർ മിസ്സൊക്കെ വന്നില്ലേ, മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ. പിന്നെ ഇപ്പോഴുള്ള വിജയ കിഷോർ രാഹത്കറിനെ 9ാമത്തേത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. അതിൻ്റെ മുന്നേ മലരേ എന്നുള്ളത് ഓർത്തിരിക്കുക. മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ. അപ്പോൾ അത്രയും കിട്ടിയല്ലോ. 92 ജനുവരി 31 ഓർത്തിരിക്കുക. ജയന്തി പട്നായിക് ആദ്യത്തെ ചെയർപേഴ്സൺ, ഇപ്പോൾ വിജയ കിഷോർ രാഹത്കർ 9ാമത്തെ, മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ. തൊട്ട് മുമ്പത്തെ 8, 7, 6 തിരിച്ചങ്ങോട്ടേക്കാണെങ്കിൽ ഇത് 8, ഇത് 7, ഇത് 6. അപ്പോൾ അത്രയും കിട്ടിയല്ലോ. ബാക്കി നമുക്ക് അടുത്ത പേജിലെ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്